ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ 3D മാക്സിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. അതായത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ഒരു 3D ഇമേജ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതിൽ ക്യാബിൻ്റെ താഴെ ഭാഗത്തായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കാണാം. അതേപോലെ ഓപ്പൺ ഷെൽഫിൻ്റെ ഉള്ളിലും ഞാൻ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതെങ്ങനെ 3D മാക്സിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനാൽ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ ഈ ചാനലിൻ്റെ വളർച്ച നിങ്ങളിലൂടെയാണ്. അതിനാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനാൽ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടന്നതിന് ശേഷം നിങ്ങൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കേണ്ട ആ ബോക്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ കീബോർഡിൽ ആൾട്ട് ക്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡ് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ ബോക്സ് മാത്രം അവിടെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഹൈഡ് ആയതായിട്ട് കാണാം. അതിനുശേഷം ടോപ്പ് വ്യൂവിൽ പോവാം. ടോപ്പ് വ്യൂവിൽ വയർ ഫ്രെയിം ഓഫ് ചെയ്യുക. അതിനുവേണ്ടി കീബോർഡിൽ F3 ക്ലിക്ക് ചെയ്താൽ വയർ ഫ്രെയിം ഓഫ് ആയതായിട്ട് കാണാവുന്നതാണ്. ഇനി പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ കൊടുക്കാമെന്നതും അതേപോലെ തന്നെ ആ പ്രൊഫൈൽ ലൈറ്റിന് ഏത് ലൈറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതെന്നും ആ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സെറ്റിങ്സുമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനാൽ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. അതിനുശേഷം ഞാൻ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് മോഡിഫൈൻ്റെ ഭാഗത്തായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ലൈറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ ലൈറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ വിയറ എന്ന ഓപ്ഷൻ കാണാം. അതായത് അവിടെ 4 ഓപ്ഷൻ കാണാം. അതിൽ വിയറ സെലക്ട് ചെയ്യുക. അതിനുശേഷം വിയറ ലൈറ്റ്, വിയറ IS, വിയറ സൺലൈറ്റ്, അതുപോലത്തെ വിയറ ആംബിയൻ ലൈറ്റ് എന്നീ 4 ലൈറ്റ് ടൂള് നിങ്ങൾക്ക് കാണാം. അതിൽ വിയറ ലൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ താഴത്തായിട്ട് കാണാവുന്നത്. അതിൽ പ്ലെയിൻ ലൈറ്റ് സെലക്ട് ചെയ്യുക. അതായത് പ്ലെയിൻ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡോം, സ്പെയർ, മെഷ്, ഡിസ്ക് എന്നീ 4 ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ വേറെ കാണാവുന്നതാണ്. അതിൽ പ്ലെയിൻ ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിലേക്ക് വീണ്ടും വരിക. സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ എങ്ങനെയാണ് ആ പ്ലെയിൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അപ്പോൾ വിയറ പ്ലെയിൻ ലൈറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾ സ്ക്രീനിലേക്ക് വീണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഞാൻ വിയറ പ്ലെയിൻ ലൈറ്റ് എങ്ങനെ വരക്കുന്നതെന്ന് സ്ക്രീൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അവിടെ വിയറ പ്ലെയിൻ ലൈറ്റ് ഇവിടെ വരച്ചു. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട് വ്യൂ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലെയിൻ ലൈറ്റ് എവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആ ബോക്സിനായിട്ടിലും കുറച്ച് താഴത്തായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലെയിൻ ലൈറ്റ് ഇവിടെ കിടക്കുന്നത്. അത് ഇനി സെലക്ട് ചെയ്തിട്ട് ബോക്സിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിക്കാം. അപ്പോൾ അത് മൂവ് ചെയ്യിക്കുമ്പോൾ ബോക്സിനേക്കാണ് കയറി നിൽക്കരുത്. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് കുറച്ച് താഴത്ത് നിൽക്കുക. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എവിടെ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. അതിൻ്റെ സെറ്റിങ്സ് ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും അവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് അത് ചേഞ്ച് ചെയ്യുക. ഓക്കെ, വീണ്ടും അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് വീണ്ടും വരിക. അപ്പോൾ വേറെ ലൈറ്റ് സെറ്റിങ്സിൽ മൾട്ടിപ്ലെയർ എന്ന ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾക്ക് ലൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വാല്യൂ കൊടുത്തു, 25 എന്ന് വാല്യൂ കൊടുത്തു, 25. അതിൻ്റെ തൊട്ട് അപ്പോൾ അത് നിങ്ങൾ ട്രയൽ റെൻഡറിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ മൾട്ടിപ്ലെയർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് മോഡിൻ്റെ ഓപ്ഷൻ, കളർ എന്ന ഓപ്ഷൻ വേണം. അവിടെ
സെലക്ട് ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ എന്ന ഓപ്ഷൻ കാണാം, അവിടെ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ആണ് അവിടെ കാണുന്നത്, അവിടെ ചേഞ്ച് ചെയ്യുക. അവിടെ ഞാൻ 3500 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കളറ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം, ഒരു വാം കളറായിട്ട് ചേഞ്ച് ആയതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഞാൻ വീണ്ടും വാല്യൂ ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും കളർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചറിൻ്റെ ഈ ഭാഗത്ത് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ കളർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കളർ വാല്യൂ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ 3500 കൊടുത്തു. അതിനുശേഷം വീണ്ടും തൊട്ട് താഴത്ത് ഓപ്ഷൻ കാണാം, ആ ഓപ്ഷൻ സെറ്റിങ്സിലേക്ക് കിടക്കാം. അവിടെ ഡബിൾ സൈഡ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇൻവിസിബിൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എഫക്റ്റ് ഡിഫ്യൂസും എഫക്റ്റ് സ്പെക്കുലറും ഒക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് എഫക്റ്റ് റിഫ്ലക്ഷനും എഫക്റ്റ് അറ്റ്മോസ്ഫിയറും അത് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും സ്ക്രീനിലേക്ക് വരിക, എന്നിട്ട് ടോപ്പ് വ്യൂ എടുക്കുക. വീണ്ടും വിയറ പ്ലെയിൻ ലൈറ്റ് എടുത്തിട്ട് ആ ഓപ്പൺ ബോക്സിൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ലൈറ്റ് സെൻറ്ററിലാണോ എഡ്ജിലാണോ കൊടുക്കുന്നത്, നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് നിങ്ങളത് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് അതിൻ്റെ കറക്റ്റ് സ്ഥാനം നിശ്ചയിക്കുക. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ പോയിട്ട് ഞാനൊന്ന് മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യുക. നേരത്തെ അതേ കളറ് തന്നെ, അതേ സെറ്റിങ്സ് തന്നെ ഇതിനും കൊടുക്കുക. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ ഇവിടെ വൈറ്റ്, ഇവിടെ ടെമ്പറേച്ചർ 3500 ആണെന്ന് ഞാൻ നേരത്തെ കൊടുത്തത്, അത് നേരെ ഇതിന് 4600 കൊടുത്താൽ വീണ്ടും കളറ് ലൈറ്റ് രണ്ടായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരേ സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ സെറ്റിങ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഹൈഡ് ഹാള് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്യാമറ വ്യൂ എടുക്കുകയാണ്, ക്യാമറ സെലക്ട് ചെയ്യുക. അതിനുശേഷം വയർ ഫ്രെയിം ഓഫ് ചെയ്യുക. വയർ ഫ്രെയിം ഓഫ് ചെയ്യാൻ വേണ്ടി കീബോർഡിൽ F3 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വയർ ഫ്രെയിം ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഓപ്പൺ ഷെൽഫിൽ താഴത്തെ തട്ടിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് അത് കോപ്പി എടുത്ത് മേലെ കൊടുത്തിരിക്കുന്നത് കോപ്പി എടുത്ത് താഴത്തേക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. അപ്പോൾ കോപ്പി എടുക്കുന്നത് ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് താഴത്തേക്ക് മൂവ് ചെയ്യിച്ചാൽ മതി. അതിനുശേഷം ഒരു ബോക്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. ആ ബോക്സിൽ കോപ്പി, ഇൻസ്റ്റൻസ്, റെഫറൻസ് എന്ന 3 ഓപ്ഷൻ കാണാം. അതിൽ ഇൻസ്റ്റൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും എക്സ്പ്ലനേഷൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഷിഫ്റ്റ് ക്യൂ ക്ലിക്ക് ചെയ്ത് റെൻഡർ ചെയ്യുക. അതായത് റെൻഡറിങ്ങിൻ്റെ ഷോർട്ട് കീ ആണ് ഷിഫ്റ്റ് ക്യൂ, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ ഷോർട്ട് കീ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് നേരം ഈ റെൻഡർ കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പ്രൊഫൈൽ ലൈറ്റിൻ്റെ സെറ്റിങ്സിൽ ചേഞ്ച് ചെയ്യണോ വേണ്ടയോ എന്ന് നോക്കാം. I can feel the sweat inside my palm. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, screaming right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? Then will you get bored of killing me?
അങ്ങനെ നമ്മൾ റെൻഡറിങ് കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ പ്രൊഫൈൽ ലൈറ്റിൻ്റെ എഫക്റ്റ് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.